ഇവിടെ ഈ കാക്ടസിനെ ആണെങ്കിൽ ഒരു ഫാമിലി വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന് വെക്കും. ആ സമയത്ത് ഈ കാക്ടസ് ആണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് താടിന്റെ അടുത്തും അത് മാത്രമല്ല ഒരു സൺഫ്ലവറിന്റെ അടുത്ത് പോകുമ്പോൾ അവർ രണ്ടുപേരും നോക്കിയാൽ കാക്ടസിന്റെ മുള്ളിനെ കണ്ടിട്ട് ഞങ്ങളുടെ അടുത്ത് വരേണ്ട അവിടെ തൊലഞ്ഞു പോകാൻ പറഞ്ഞിട്ട് നോക്കി അവിടെ നാട്ടിവിടുകയാണ്. ആ സമയത്ത് നോക്കിയ കാക്ടസ് ആണെങ്കിൽ അങ്ങോട്ട് പോയി ഇരിക്കുന്നുണ്ടാവും. അതേ സമയത്ത് അവിടെ കാറ്റ് വീശിയതും അപ്പൂപ്പൻ താടിന്റെ ഇതലുകളെല്ലാം നേരെ നോക്കിയാൽ പറന്നു പോകുമ്പോൾ നമ്മുടെ കാക്ടസ് ആണെങ്കിൽ നോക്കിയാൽ സന്തോഷത്തോടെ അത് പിടിക്കുന്നു. അത് പിടിച്ച് കൈ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നോക്കിയാൽ നമ്മുടെ സൺഫ്ലവർ ആണെങ്കിൽ ഇത് കണ്ട് ചീത്ത പറയുന്നു. അതേ സമയത്ത് ഇവിടെ ആണെങ്കിൽ കാക്ടസ് അത് കളയാൻ നോക്കുമ്പോൾ മുള്ളിലൊട്ടിട്ട് കളയാൻ കിട്ടുന്നില്ല. ഇവരുടെ നോക്കി വീണ്ടും കാക്ടസിന്റെ ഒപ്പം പിണങ്ങുകയാണ്. ആ സമയം നോക്കി ഇവിടെയാണെങ്കിൽ കാക്ടസ് ആണെങ്കിൽ നോക്കിയാൽ പെട്ടെന്ന് കൈത്ത മുള്ളിനെയൊക്കെ പൊളിച്ചിട്ട് അതിനടുത്ത് പോയി കാണിച്ചതും അവരാണെങ്കിൽ നോക്കിയാൽ കാക്ടസിന് കളിയാക്കി ചിരിക്കുന്നു. എന്ത് ചെയ്താലും ഇവർ രണ്ടുപേരും എന്നെ സുഹൃത്തായി സ്വീകരിക്കുന്നില്ലോ പറഞ്ഞ് നമ്മുടെ കാക്ടസ് ആണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുമ്പിലുണ്ടായിരുന്ന ഇലകളുടെ ഉള്ളിൽ നിന്നും ഒരു മുള്ളമ്പന്നി നേരെ വന്ന് നമ്മുടെ കാക്ടസിന് മുകളിൽ ഇടിക്കുകയാണ്. നമ്മുടെ കാക്ടസ് ആണെങ്കിൽ എന്താ പറഞ്ഞ അടുത്ത് പോയി നോക്കിയത് മുള്ളമ്പന്നി. ആ സമയത്ത് മുള്ളമ്പന്നി ഫ്രണ്ട്ഷിപ്പ് ആവാൻ വേണ്ടി കൈ കാണിച്ചത് നമ്മുടെ കാക്ടസ് ആണെങ്കിൽ പോയി തൊട്ടാലും നമ്മുടെ മുള്ളമ്പന്നിക്ക് ഒന്നും ആവുന്നില്ല. ആ സമയത്ത് നോക്കി കാക്ടസ് നോക്കി സന്തോഷപ്പെടുകയാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടിയെന്ന്. ഇവർ രണ്ടുപേരും നോക്കി അങ്ങനെ കളിക്കാൻ തുടങ്ങുന്നു. ആ സമയത്ത് ബോളൊക്കെ ഇരുന്നാലും പഞ്ചറാവുന്നു. അങ്ങനെ കണ്ട് ചിരിക്കുന്നു. അത് മാത്രമല്ല മുള്ളമ്പന്നിയാണെങ്കിൽ എന്തെങ്കിലും നമ്മൾ കുടുങ്ങാതെ എങ്ങനെ കളയാൻ നമ്മുടെ മുള്ളമ്പന്നിയാണെങ്കിൽ കാക്ടസിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ അപ്പൂപ്പൻ താടിയാണെങ്കിൽ നമ്മുടെ കാക്ടസിന്റെയും മുള്ളമ്പന്നിന്റെയും ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട് അവിടെ നോക്കി സന്തോഷപ്പെടുകയാണ്.